എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ വരികൾ ജസ്റ്റ് ഞാനൊന്ന് പാടി കേൾപ്പിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക, എങ്ങനെയാണ് ഇത് പാടേണ്ടത് എന്ന്. ഇടയ്ക്ക് ഞാൻ ബുക്ക് നോക്കും, കാര്യം വരികൾ നമുക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അങ്ങനെ റെഫർ ചെയ്ത് പോകുന്നില്ല. റെഫർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് അത് ഓർമ്മ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ സീസണെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ജസ്റ്റ് ബുക്കിലൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കും. ബാലലീലാവിലസേന വാണു തത്ര ചിരകാലം വാസുദേവൻ എന്നുടനെ നാമവുമായി ശ്രീ അനന്തൻ രാമനാമം പൂണ്ടുമേവും ജ്യേഷ്ഠനോടും ശ്രീകരരാകിയ ഗോപാശിശുക്കളോടും കൂടിമേളിച്ചാഹോ കൃഷ്ണൻ നാളിൽ നാളിൽ വളർന്ന നാൾ കേളിയോടെ ഗോപനാരി ഭവനം തോറും ചോരണം ചെയ്തുണ്ടു നല്ല ഘോരസാദികളെയെല്ലാം നാരിമാർക്കങ്ങതു കണ്ടു നീരസം പൂണ്ടു നാരിരത്നമണിയുന്ന ഹാരമധ്യേ വിളങ്ങുന്ന നായികക്കല്ലാമശോധ തന്നോടു ചൊല്ലീതൈ നിർമര്യാദങ്ങൾ ചെയ്യുവാനെന്തു നീയെന്നുര ചെയ്തു നിർമ്മലനെ പിടിച്ചമ്മ താടനം ചെയ്തു ഉണ്ണികളോടൊരുമിച്ചു മണ്ണിലങ്ങു കളിക്കുമ്പോൾ മണ്ണുവാരി പൂജിച്ചാനുണ്ണികൾ ചൊല്ലീതൈ അമ്മയുമങ്ങതു കേട്ടിട്ടാദിയോടങ്ങുടൻ ചെന്നു അംബുജാലോചനോടു ചോദ്യവും ചെയ്തു മണ്ണു തിന്നതെന്തിനുണ്ണി വെണ്ണപാൽ ഞാൻ തരാഞ്ഞിട്ടോ അണ്ണനുമങ്ങാതു നേരം നിർണയമെന്നതൈ കണ്ണനുമങ്ങാതു നേരം മണ്ണു തിന്നില്ലെന്നു ചൊല്ലി അമ്മയും വാപ്പിളർന്നാശു നോക്കിനാനപ്പോൾ വായിലമ്മ നോക്കിയപ്പോൾ പാരിയിലുള്ള പദാർത്ഥങ്ങൾ വാസുദേവൻ തൻ്റെ വായിൽ കണ്ടീതു സർവം അപ്പോൾ ഇതാണ് ബാക്കിയുള്ള വരികൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൻ്റെ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുകയാണ്. വഞ്ചിപ്പാട്ട് പാടേണ്ടത് മുൻപാട്ടുകാരൻ പാടിക്കൊടുക്കുക, അതിനുശേഷം പിൻപാട്ടുകാർ 3 തവണ പാടുക, വായിത്താരി എടുക്കുക. അങ്ങനെയാണ് വഞ്ചിപ്പാട്ട് പാടേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പാടിപ്പോകുന്നത്. അപ്പോൾ അത് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെയാണോ വഞ്ചിപ്പാട്ട് പാടേണ്ടത്, ഒരാൾ മാത്രം പാടിയാൽ മതിയോ, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പം അത് ഞങ്ങളുടെ ടീമുണ്ട്, ആർമുലേഷൻ വഞ്ചിപ്പാട്ട് സമിതി എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അത് ഞങ്ങൾ ഒരുമിക്കുന്ന സമയത്ത്, ഇപ്പോൾ എല്ലാവരും പല സ്ഥലങ്ങളിലാണ്, ഒരുമിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു കഥാഭാഗത്തിൻ്റെ 10 വരി നിങ്ങളെ പാടി ഞങ്ങൾ അത് കേൾപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ആറന്മുളേശൻ്റെ ഭഗവാന്റെ തിരുവാറന്മുളയപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.